നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനൽ എല്ലാവർക്കും സ്വാഗതം. 2025 അങ്ങനെ തുടങ്ങി. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അല്ലേ? അപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. ശ്രീലക്ഷ്മിജി, രാജലക്ഷ്മിജി, എല്ലാവരും എക്സെട്ര എക്സെട്ര, പ്രസിതാജി, ശാലിജി, ഇവരെല്ലാവരും ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടും പറഞ്ഞു അല്ലേ? ചാലഞ്ചിക്കൊക്കെ നല്ല റിസൾട്ട് വന്ന കാര്യമൊക്കെ പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ അത് ഇനി ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. നമുക്ക് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. 2024 നമുക്ക് സങ്കടങ്ങളും അതുപോലെ സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു വർഷമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും പോയതിനെ കുറിച്ചിട്ടൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. നല്ലതിന് വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് കേട്ടോ. നമ്മൾ നല്ലത് വരട്ടെ, പോസിറ്റീവായിട്ട് ചിന്തിക്കാം കേട്ടോ. എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മനുഷ്യന് ഒരു ദുഃഖം ഉണ്ടാവില്ല അല്ലേ? അത് ഇടകലർന്നിരിക്കും. ഒരു ദുഃഖം, പിന്നെ അതൊരു സുഖം. ദുഃഖം അനുഭവിച്ചാലേ നമ്മൾ സുഖത്തിന്റെ അനുഭവം എന്താണെന്ന് നമ്മൾ അറിയുന്നുള്ളൂ അല്ലേ? ഒരു കയറ്റം ഇറക്കം, അതുപോലെ ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ആരുമല്ല നമ്മളുടെ കാര്യം ചിന്തിക്കാനായിട്ട്. നമ്മളുടെ കാര്യങ്ങളെല്ലാം ഈശ്വരൻ നടത്തി തരും അല്ലേ? ഇതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. 5 പെൺപിള്ളേരും 3 ആൺപിള്ളേരൊക്കെയാണ്. ഇവര് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത ആൾക്കാരാട്ടോ. അവര് പശുക്കറവ നടത്തിയിട്ടും പശുവിനെ നോക്കിയിട്ടൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. കണ്ട ലേഡീസ് ഹോസ്റ്റൽ പോലെ പിള്ളേർ ഇങ്ങനെ വളർന്നിരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും നമുക്ക് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇവരെങ്ങനെ ജീവിക്കും? ചേട്ടന്മാരെന്ന് പറയണ അവർക്ക് വലിയ കഴിവൊന്നുമില്ല, വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അയ്യോ ഇവരെങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും, എന്തൊക്കെയാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയത്. അപ്പോൾ നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര ഇതെങ്ങനെ ഇവരിങ്ങനെ കഴിയും എന്നൊക്കെ തോന്നും. പക്ഷെ അവർക്ക് കൂട്ടി ഈശ്വരനുണ്ട് അല്ലേ? നമുക്ക് കൂട്ടി ഈശ്വരനുണ്ട്, എല്ലാവർക്കും കൂട്ടി ഈശ്വരനുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഭഗവാൻ നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും ഏത് നമ്മുടെ പ്രവൃത്തിയിലും ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരാളെ വിഷമിപ്പിക്കാതിരിക്കാം. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ ചിന്തിക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വട്ടം നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ. കാരണം കേൾക്കുന്ന ആൾക്ക് ഒരിക്കലും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല നമ്മൾ നിമിത്തം കേട്ടോ. സാമ്പത്തികമായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈശ്വരൻ വേറെ മാർഗത്തിലൂടെ നമുക്ക് തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ചെയ്യണ്ട, പക്ഷെ ഈശ്വരൻ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് കേട്ടോ. ഇല്ലാത്തവർക്ക് നമ്മൾ സഹായിക്കും. ചിലര് സാമ്പത്തികമായിട്ട് സഹായിക്കും, ചിലര് ശരീരം കൊണ്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കണം, ശത്രുത ഇല്ലാതെ ആക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പുതുവർഷം നമ്മളെല്ലാവരും നമ്മളൊരു കുടുംബം എന്ന പോലെ നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ദയ ഉണ്ടാവണം. നമ്മളുടെ ഉള്ളിൽ ഈ ദയ എങ്ങനെ ഉണ്ടാവും? ഈശ്വരനുണ്ടാവണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ അത് ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നൊന്ന് വിചാരിച്ചു നോക്കൂ അല്ലേ? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ ഭഗവാനുണ്ട്, അല്ലെങ്കിൽ അത് ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്ന് അത് ചിന്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഷിർദി സായി പറഞ്ഞിരുന്നു, അതായത് ഒരു ഭക്തൻ പറഞ്ഞു, ബാബാജിക്ക് തരാൻ ഒന്നും ഉണ്ടായില്ലല്ലോ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നായ വന്നു എന്ന് പറയണത്. അപ്പൊ ഭക്ഷണം നായക്ക് ഇട്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിർദി സായിയുടെ അടുത്ത് ചെന്ന സമയത്ത്, ഭഗവാനെ എനിക്ക് അങ്ങേക്ക് വേണ്ടി ഒന്നും തരാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ
സായിജി പറയാണ്, തന്നല്ലോ, എനിക്ക് ഭക്ഷണം തന്നല്ലോ എന്ന്. അപ്പോൾ ഈ നായയ്ക്ക് കൊടുക്കുന്നത്, നമ്മൾ നായയ്ക്ക് കൊടുത്ത ഭക്ഷണം ആ, ഭഗവാൻ സ്വീകരിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉറുമ്പിൽ പോലും ഈശ്വരനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി, ഏത് രൂപത്തിലാണ് ഈശ്വരനെ കാണാൻ നമുക്ക് സാധിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില അപകട സമയങ്ങളിലൊക്കെ ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കും അല്ലേ? അത് ഈശ്വരൻ ആരെങ്കിലും രൂപത്തിലായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. ഒരിക്കൽ ഇതുപോലെ ഞാൻ ക്ലിനിക്കിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വണ്ടി തകരാറായി. പെട്ടെന്ന് ഒരു ബ്രിഡ്ജിന്റെ കയറ്റത്തിൽ വെച്ചിട്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എന്ത് ചെയ്യും? അപ്പോൾ ആ സമയത്ത് രാവിലെ അമ്പലത്തിൽ പോയി വഴിപാടും കഴിക്കേണ്ട സമയമാണ്. അപ്പോൾ ആ ബ്രിഡ്ജിന്റെ കയറ്റം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു വണ്ടി പോലും വരാത്തതാ, ഓട്ടോറിക്ഷ പോലും കിട്ടാത്ത സ്ഥലമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷ വരുന്നത്. പിന്നെ ആ ഓട്ടോറിക്ഷ കയറിപ്പോയി അമ്പലം നട അടയ്ക്കും എന്നുള്ളൊരു ടെൻഷനായിപ്പോയി. അപ്പോൾ നട അടയ്ക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോ വരുന്നത്. വേഗം അതിൽ കയറി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും നമുക്കതൊരു സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു അവസരത്തിൽ അനിയൻ്റെ കൂടെ പോകുന്ന വഴിക്ക് ഇതുപോലെ വണ്ടി പെട്രോൾ പെട്ടെന്ന് തീർന്നു പോയി, പെട്രോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ വന്നത്. ഓട്ടോ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചു. ടൂ വീലറായിരുന്നു. അപ്പോൾ പെട്രോൾ തീർന്നു എന്ന്. അപ്പോൾ ആരും ചെയ്യാത്ത കാര്യമാണ്. ഓട്ടോറിക്ഷ അയാൾ പറഞ്ഞു, വണ്ടിയുടെ ബാക്കിൽ ചരടുണ്ട്, ആ ചരട് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ കെട്ടി. വണ്ടിയുടെ ബാക്കും ഈ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ചരട് തമ്മിൽ കെട്ടിയിട്ട് പറഞ്ഞു, പതുക്കെ ഹാൻഡിൽ സ്ട്രെയിറ്റ് പിടിച്ച് എൻ്റെ പുറകെ വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. പെട്രോൾ പമ്പ് എത്തുമ്പോൾ ഞാൻ നിർത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്രോൾ പമ്പ് എത്തി. പിന്നെ ഒരു കുപ്പി വേണമല്ലോ, കാരണം പെട്രോൾ പമ്പിൻ്റെ കുറച്ച് ദൂരെയായിട്ടാണ് വണ്ടി നിർത്തിയത്. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകും വേണം. ഇനി എന്ത് ചെയ്യും? ഒരു കുപ്പിക്ക് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാ അവിടെ കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ അതും നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എപ്പോഴും എന്തും ഈശ്വരനെ വിചാരിച്ച് മുന്നോട്ട് ഇറങ്ങിക്കോളും, നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ഇതെല്ലാം ഈശ്വരന്റെ രൂപത്തിൽ. ഇപ്പോൾ ഓട്ടോറിക്ഷ വന്നു അല്ലേ, ഒരു ഓട്ടോറിക്ഷക്കാരും ഇങ്ങനെ ചെയ്യില്ല. അവർ പറയും കയറിക്കോളൂ എന്നേ പറയുള്ളൂ. ഇതങ്ങനെയല്ല. ഈ ഓട്ടോറിക്ഷക്കാരൻ പുള്ളിയുടെ വണ്ടിയിലുണ്ടായിരുന്ന ചരട് കയർ ഈ വണ്ടിയായിട്ട് ബന്ധിച്ച് നിർത്തി. അപ്പൊ അതൊക്കെയാണ് വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ ആ വ്യക്തി തന്നെ നമ്മളെ സഹായിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ചെയ്ത സഹായമൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ അതനുസരിച്ച് ഈ പുതിയ വർഷത്തിൽ എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടിയും നല്ല പ്രവൃത്തിയോടുകൂടിയും നല്ല ചിന്തയോടുകൂടിയും മുന്നോട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു ടിപ്പ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവർക്ക് കേട്ടോ, അതുപോലെ മുടി വളരാനും ഒക്കെ പറ്റിയ ഒരു ചെറിയ പാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കണ്ടോ, ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. മുടിയുടെ നീളം അനുസരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് മുടി കുറച്ച് ഉള്ളവർക്ക് കുറച്ച് എടുത്താൽ മതി, ഒരു 2 സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. 2 സ്പൂൺ ഉലുവ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒഴിച്ച് വയ്ക്കാം, കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ, ഇ, സി ഒക്കെ ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ ഈ എന്ന് പറയുന്നത് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കിന്നിനെ ഹെൽത്തി ആക്കും, സ്കാൽപ്പിനെയൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഈ വിറ്റാമിൻ ഇ ഉള്ളത് കേട്ടോ. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ മാറ്റും. വിറ്റാമിൻ എ അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആക്കി തരും സ്കാൽപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം ആവണക്കെണ്ണ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് വെക്കുക കേട്ടോ. ഒരു 5 ml പാകത്തിന് നമുക്ക് ഒഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ കേട്ടോ. ഇത് ഒഴിച്ച് വെച്ചിട്ട് ഈ ഉലുവ മുഴുവനും ഈ ആവണക്കെണ്ണ പിടിച്ചെടുക്കും.
കേട്ടോ. അപ്പോൾ ഈ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഈ ഉലുവ ഞരടി പിഴിഞ്ഞ് ഉലുവ മാറ്റിയിട്ട് ഈ വെള്ളം നമ്മൾ തലോട്ടിയിലും അതുപോലെ തലയിലൊക്കെ തേച്ച് വയ്ക്കും. ആവണക്കെണ്ണയുടെ ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ. അപ്പോൾ ആവണക്കെണ്ണ മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ചിലവർക്ക് ചില സംശയം ഉണ്ടായിരുന്നു, ആവണക്കെണ്ണ പുരട്ടി കഴിഞ്ഞ് പിന്നെ നിർത്തി കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ പല ടിപ്സ് ആയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഡെയിലി നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഏതെങ്കിലും കൂടെ ഉപയോഗിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഓയിലിൻ്റെ കൂടെ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഈ ആവണക്കെണ്ണ കൊഴുപ്പുണ്ട് കൂടും, അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് അത് എടുത്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ടിപ്സിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കും. അപ്പൊ മുടി നന്നായിട്ട് വളരും. നന്നായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഈ ഉലുവയിലോ ഏതെങ്കിലും കൂടെ ആവണക്കെണ്ണ. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉലുവ വെള്ളത്തിൽ ഈ ആവണക്കെണ്ണ ഇപ്പൊ കണ്ടില്ലേ ഒഴിച്ചത്, ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണയാണ്. വായിക്കാൻ പറ്റുമോ അറിയില്ല. ആവണക്കെണ്ണയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഞരടി പിഴിഞ്ഞിട്ട് ഈ വെള്ളം തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ച് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ വെറും വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ആവണക്കെണ്ണയുടെ സത്ത് അവിടെ ഇരിക്കും. അതുപോലെ ഉലുവയുടെ വളരെ ഗുണം കേട്ടോ. മുടി കൊഴിച്ചിലില്ലാതിരിക്കും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ ഈ ഇതിൻ്റെ കുതിർത്ത ഇതിൽ നമ്മൾ എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് തലോട്ടിലൊക്കെ ഇങ്ങനെ തേച്ച് പറ്റുമെങ്കിൽ ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് അരിച്ചെടുത്ത വെള്ളത്തിൽ കേട്ടോ മസാജ് ചെയ്യുമ്പോൾ അതിലുള്ള ആവണക്കെണ്ണയും കൂടി ഈ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൗണ്ടായിട്ടൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്കൊരു മസാജും കൂടി ആവും. പിന്നെ മുടി വളരും. സ്കാൽപ്പ് കണ്ട ഫോളിക്കിൾസ് ഒക്കെ വികസിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഈ ആവണക്കെണ്ണ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പോൾ സ്കാൽപ്പ് എന്താവും, ഹെൽത്തി സ്കാൽപ്പായിട്ട് മാറും. ഹെൽത്തി സ്കാൽപ്പിൽ എന്ത് പറ്റും, ഫോളിക്കിൾസിലൊക്കെ വികസിച്ച് പുതിയ പുതിയ മുടികൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഏറ്റവും ബെസ്റ്റാണ് എന്ന് പറയുമ്പോൾ ചെറിയ സിമ്പിളാണ് കേട്ടോ. ഇത് എല്ലാവർക്കും തേക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് 3 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഉലുവ തന്നെ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസവും തേക്കാം കേട്ടോ. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് തേക്കാം. അപ്പോൾ ഇപ്പോൾ 2 ദിവസമാണെങ്കിൽ പോലും ഈ ഉലുവ തന്നെ അതേപോലെ വെള്ളത്തിൽ കുതിർപ്പിച്ചിട്ട് നിങ്ങൾക്ക് തല തേക്കാവുന്നതാണ് കേട്ടോ. പുതിയ ഉലുവ എടുക്കണം എന്നില്ല, ഉലുവ ചീത്തയാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കും. അതുപോലെ ആവണക്കെണ്ണ വേറെ ഇപ്പോൾ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. സ്കിന്നിനൊക്കെ ബെസ്റ്റാണ്. സ്കിന്നിൻ്റെ ഡാമേജ് ഒന്നും ഇല്ലാതെ പോകും. അതുപോലെ കുരുക്കളുണ്ടെങ്കിൽ അതിനും ബെസ്റ്റാണ് കേട്ടോ ആവണക്കെണ്ണ. തലോട്ടിലും ഇവിടെയൊക്കെ എന്താ മുഖത്തൊക്കെ കുരുക്കളുണ്ടെങ്കിൽ നമുക്ക് ഈ ആവണക്കെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിലിൻ്റെ കൂടെ വേണമെങ്കിൽ ആവണക്കെണ്ണ ചേർത്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തലയിൽ കുരുക്കളുണ്ടെങ്കിൽ അതും പോകും ഇത് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ആവണക്കെണ്ണ പിമ്പിൾസ് ഒക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഇത് ഏറ്റവും അതുപോലെ ആവണക്കെണ്ണയുടെ ഇല നമ്മൾ ഈ കാലുവേദനയ്ക്കൊക്കെ കിഴി പിടിക്കുമല്ലോ. കിഴി പിടിക്കുമ്പോൾ ആവണക്കെണ്ണയുടെ ഇല എടുത്തിട്ട് ആവിയിൽ പതുക്കെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ കിഴിയെടുത്ത് അതിൽ കെട്ടി അതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങ ഇലയും കൂടി ഇടും കേട്ടോ. മുരിങ്ങ ഇല, അതുപോലെ ആവണക്കെണ്ണൻ്റെ ഇല, കരിനച്ചി ഇല, ഇങ്ങനെ ഒരുപാട് ഇലകളുണ്ട് ആയുർവേദത്തിൽ. അത് നമ്മൾ ഒന്ന് സ്റ്റീം കൊടുത്തിട്ട് ആ സ്റ്റീം എടുത്തിട്ട് കിഴി കുത്താം. ഒരു കോട്ടണിൽ കിഴി കുത്തിയിട്ട് നമുക്ക് വേദന ഉള്ളിടത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നീർപ്പിടുത്തത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. കാലുമേ കയ്യുമൊക്കെ നീരുണ്ട്, മേലത്തെ കൈയൊക്കെ പറ്റുന്നില്ല, പൊക്കാൻ പറ്റാത്തവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ആവണക്കെണ്ണയുടെ ഇല. കിഴി പിടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പച്ചമരുന്നൊക്കെ ഇതുപോലെ പതുക്കെ
ഒന്ന് ആവി കയറ്റി അത് തുണിയിൽ കെട്ടിയിട്ട് വേണം കിഴി പിടിക്കാൻ കേട്ടോ. നല്ല വേദനയുള്ളവരാണെങ്കിൽ കല്ലുപ്പ് നല്ലതാണ് കേട്ടോ. കല്ലുപ്പ് കുത്തിയിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ കല്ലുപ്പ് നമ്മൾ മുറിവെണ്ണയിൽ കല്ലുപ്പ് ഇട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് വേദന ഉള്ളിടത്ത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേദനകളൊക്കെ മാറും. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഉപയോഗിക്കാം. വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്നുള്ള വേദനയ്ക്ക് ഒരു ശമനം കിട്ടും കേട്ടോ. നല്ല വേദനയൊക്കെയാണ് കാര്യങ്ങളാണെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറെ പോയി കാണാം. നമുക്ക് അത്യാവശ്യം ഒന്ന് പെട്ടെന്ന് വേദന ശമിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു വിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം വീട്ടിലിരുന്ന്. മുറിവെണ്ണയും ഇതുപോലെ കല്ലുപ്പൊക്കെ ഇട്ട് ഉള്ള ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വേദനയൊക്കെ മാറും. ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മുടിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം. അപ്പോൾ എല്ലാവരും 2025 എല്ലാവർക്കും വളരെ സന്തോഷമുള്ള വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അതുപോലെ എല്ലാവരും മുന്നോട്ട് പോവുക ഈശ്വരനെ വിചാരിച്ച്. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത്.